ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ റിഫാ റഫാൻ വ്ളോഗ്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ്. ഈദ് ഷോപ്പിംഗ് എന്നല്ല, പൊതുവെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന പോലത്തെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാനും മീൻ കൂടി ബസ്സിലാണ് പോകുന്നത്. ഇപ്പോൾ റഫാനും സ്കൂട്ടിമ്മ വരും. ഞങ്ങൾ ബസ് എത്തുകാൻ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ആ കാണുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നോക്കൂ, എന്തെങ്കിലും പറയൂ, നമ്മൾ എന്തിനാണ് പോകുന്നത് പറയാം. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് പെരുന്നാൾ. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ വളാഞ്ചേരി എത്തി. ഞങ്ങൾ കട ഏതാ നോക്കി ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ആക്ച്വലി വെയിലത്ത് കൊടുത്തിട്ടല്ല ഞാൻ കൈസ്മാരെ വെയിലത്ത് നടപ്പിക്കാണെന്ന് നമ്മൾ പറയുന്നത്. ഒന്നും കാണാനില്ല, വീഡിയോ എടുക്കണം പണിയുള്ളത് കൂടി കാര്യമില്ല. കടയിൽ നോക്കുക അങ്ങനെ നടക്കുക. ബാക്കി ദേഷ്യം കഴിഞ്ഞു. നമ്മളിപ്പോൾ നടന്നിട്ട് മറ്റേ MXൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. ഏകദേശം ഇവിടെ കുറേ കടകൾ, ഈ കോഴിക്കോട് റോഡിനാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നല്ല കടകളുള്ളത്. വേറെ ഒന്നും അങ്ങനെ കടകളൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്ന് കട കണ്ടാൽ നമ്മളിപ്പോൾ ബില്ലി വുമണിലോട്ടാണ് വന്നിരിക്കുന്നത്. മറ്റേ ആരെ കടയുന്നു? ഓ, നല്ല വെയിലാണ്. ബില്ലി വുമണിന്ന് ഇറങ്ങി. അവിടെ സെലക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഉമ്മാക്ക് പറ്റണില്ല ഗൈസ്. എന്താ ചെയ്യുക? ഉമ്മാക്ക് പറ്റുന്ന ഡ്രസ്സുകളൊന്നും അവിടെ ഇല്ല. ഇനിയിപ്പോൾ MXലാണ് പോണത്. ഏതാ സ്ഥലം? ഇനിയിപ്പോൾ സോയി ഇവിടെ ഉണ്ട്. സോയിൽ കയറണമെന്ന് ചോദിച്ചൊക്കെ അറിയില്ല. പിന്നെ ഉള്ളത് MX ആണ്. ഉമ്മാക്കാണെങ്കിൽ MXനെ വിട്ട് വേറെ കളിയില്ല. MX വളാഞ്ചേരി വന്നപ്പോൾ ഉമ്മാക്ക് MX മതി. അപ്പം വലിയ വുമണിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒക്കെ 2-3 ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. സോളില അപ്പം MXോ എന്നാ സോയിന്ന് ഉമ്മാക്ക് പറ്റിയില്ല. ഉമ്മാക്ക് പറ്റിയില്ല, ഞാൻ എടുക്കുന്ന ആള് അല്ല. അങ്ങനല്ല കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടമായി. ബട്ട് എന്തോ അപ്പം ഫ്രണ്ട്സ് സോയിൽ കയറി ഇഷ്ടമായില്ല എന്നല്ല, എന്താ പറയുക, ഒരു മെന കിട്ടണില്ല. കിട്ടോക്കിയപ്പോൾ അപ്പോൾ ഞാൻ MX പോയോക്കട്ടെ. ഞാൻ അവിടെ ഉണ്ടോയെന്ന് നോക്കണം. MXലോട്ടാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. MX ഇവിടെ തൊട്ടടുത്താ. സോയിന്ന് പോന്നു ഞങ്ങൾ. റോഡ് മുറിഞ്ഞെടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓക്കെ ഗേൾസ്. വെയിലായോണ്ട് ഞാൻ ക്യാമറ എടുക്കണത് കൂടി ഭംഗിയുണ്ടോ? ഇവിടെ കുറേ കട ഉണ്ടമ്മ. ഇവിടെ കുറേ കട. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ആദ്യം MX പോയിട്ട് വരാം. ഇതാണ് ഗൈസ് ഞങ്ങൾ തമ്മിലുള്ള തല്ല്. റോഡ് മുറിഞ്ഞെടുക്കാം. റോഡ് മുറിഞ്ഞെടുക്കാനുള്ള പുകയില്ല. ഞങ്ങൾ റോഡ് മുറിഞ്ഞേ. എൻ്റെ അമ്മക്ക് നല്ല പേടിയാണ് റോഡ് മുറിഞ്ഞെടുക്കാൻ. ഇപ്പോൾ ആ പേടിയുണ്ട് ചെറുതായിട്ടൊക്കെ. നല്ല ഭംഗിയുണ്ട്. ലുവ അവിടെ ലുവ ഉണ്ട്. കുറേ കടകൾ അവിടെ ഉണ്ട്. നമ്മൾ MXൽ കയറി നോക്കാം. MXൻ്റെ മുന്നിൽ കുറേ കടകളൊക്കെ ഉണ്ട്. അത് ഇഷ്ടംപോലെ കടകളുണ്ട്. MXലോട്ട് കയറി നോക്കാം കേട്ടോ. അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇനി ഉപ്പാക്ക് വിളിച്ചറിയാണ്ടോ, ഓരവിടുന്ന് പോകുന്നുണ്ടാവും. ഇനി ഒന്നല്ലെങ്കിൽ ലുവ, ഒന്നല്ലെങ്കിൽ MXൽ കയറിയിട്ട് പറ്റിയില്ലെങ്കിൽ ലുവയിൽ കയറും. ഇതിന്റെ വേറെ കളർ ഷെയ്ഡാണ്. അവക്കൊന്ന് നോക്കി വെക്കാണ്ട് അമ്മ എന്നെല്ലാം എടുക്കുന്നത് അനുസരിച്ച് അവൻ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ പിങ്ക് ഉണ്ട്, ഒരു ഗ്രീന്, ഒരു ഒലിവ് ഗ്രീന് പോലത്തെ ഗ്രീൻ ഉണ്ട്. പിന്നെ വേറെ കുറച്ച് ടൈപ്പ് ഉണ്ട്. ഞാനൊന്ന് നോക്കി നോക്കട്ടെ ഗൈസ്. ഫ്രണ്ട്സ് പാൻറ് നോക്കുകയാണ്. ഡ്രസ്സ് ആവശ്യമില്ലല്ലോ. പാൻറ് നോക്കുകയാണ്. പാൻറ് മാക്സ് ഏതാണെന്ന് നോക്കുകയാണ്. ഫ്രണ്ട്സ് എടുക്കൽ കഴിഞ്ഞു.
ബില്ലിടാൻ വേണ്ടി വന്നിക്കാണ്. അപ്പോൾ ഗായ്സ് അവസാനം MXൽ നിന്നും എന്താ നല്ല ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതിനി പെരുന്നാളിന് ഇടുമ്പോൾ കാണാം കേട്ടോ. അപ്പം ഇപ്പം റഫാനും കൂടി ഫിസിയോക്ക് പോവാണ്. ഇതുണ്ടോ റഫാൻ ഇപ്പം കൂടി ഫിസിയോക്ക് പോവാൻ വേണ്ടി നിൽക്കാണ്. കണ്ണൊക്കെ ഒന്ന് തൊട്ടായിരിക്കും. അപ്പം ഇപ്പം ഞാൻ ഇപ്പാൻ്റെ ഫോണിൽ നിന്നാണ് വീഡിയോ എടുക്കണേ. മറ്റൊരു ഫോൺ ഇപ്പോൾ കൊണ്ടുപോയി. അപ്പം ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ ആ പോകുന്ന ഞാനും എൻ്റെ ഉമ്മയും MXൽ നിന്നും ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അവരാ പോണു. അവര് ഗൈസ് വരാൻ നേരം വൈകി. റഫാൻക്ക് എടുത്തിട്ടില്ല, എനിക്ക് മാത്രമേ എടുക്കൽ നടന്നിട്ടുള്ളൂ. വരുമ്പോ എടുത്താ നല്ലത്, അല്ലെങ്കിൽ ഇനി നാളെ വരേണ്ടി വരും. അതാ നാളെ പിന്നെ ഇപ്പാക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല. എങ്ങനെ എടുക്കലും അറിയില്ല ഗൈസ്. അപ്പൊ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് എനിക്ക് മാത്രമേ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഞങ്ങളിതായിട്ട് ഈ ഒരു മാലയും വാങ്ങിയിട്ടുണ്ട്. കാണാണ്ടോ മല ഭംഗിയില്ലേ മാല. അപ്പം ആ സമയത്ത് ഇപ്പാക്ക് ഫിസോക്ക് പോകാനുള്ളത് റഫാനും ഇപ്പം കൂടി ഫോണ് അയച്ചു പോയി. ഇനി എന്താ പറയാ, വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഞാൻ ഗൈസ് ഇവിടെ ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബുക്ക് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ ഇനിയിപ്പോൾ 2 ആഴ്ച കൂടി ഇല്ല. അപ്പം ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. അപ്പം അത് ഞാനിങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാൻക്ക് ബുക്ക് കിട്ടിയിട്ടില്ലല്ലോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ ആണ് നമ്മൾ ഫോർ എ ചേഞ്ച്. ഓക്കെ, അപ്പം ഇതാണെങ്കിൽ പൊതിയാനൊരു സുഖമില്ല. ഒരു ഇതിങ്ങനെ കുഴഞ്ഞെടുക്കണ ഒരു പേപ്പർ പോലത്തെ ആയതുകൊണ്ട് തന്നെ ഇതെന്താ നമുക്ക് കവർ ചെയ്യാൻ അത്ര സുഖമല്ല. അപ്പൊ ഇത് കുറച്ച് ടൈം എടുക്കും, കാണാൻ പറ്റൂല. പിന്നെ അതല്ല ബുക്കുമ്പോ നെയിം സ്ലിപ്പ് ഇല്ല. 10th-ലെത്തി. അപ്പൊ ഇനി നെയിം സ്ലിപ്പ് കുട്ടിയല്ല ഓടിച്ച് പോകാനുള്ള പ്രായത്തില്ല. പക്ഷെ യൂണിഫോമിന്റെ ക്ലോത്ത് എടുത്തപ്പോ നെയിം സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേഗം വാങ്ങിയപ്പോഴും നെയിം സ്ലിപ്പ്. അത് ബോയ്സിനൊക്കെയാണ്, നെയ്മറിന്റെയും വിരാട്ടിന്റെയും അതൊന്നും ഒട്ടിച്ച് പോകാനുള്ള പ്രായമല്ല. സോ എനിക്കത് വേണ്ട. അതിന്റെ പകരം മറ്റേ നെയിം സബ്ജക്റ്റ് മാത്രമായിട്ടൊരു സംഭവമില്ല, അത് വാങ്ങണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഗൈസ് ഈ ബുക്കൊക്കെ ഒന്ന് കവർ ചെയ്ത് സെറ്റ് ആക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ എടുത്തിരുന്നാൽ തീർച്ചയായും ഇത് നടക്കില്ല. ആക്ച്വലി ഞാനിതൊന്നും കവർ ചെയ്തിട്ട് കാണാം. പക്ഷെ അതൊരു അളവ് തെറ്റി. ബൈ ബൈ ഫ്രണ്ട്സ്. അങ്ങനെ എൻ്റെ ബുക്കൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. എല്ലാ ബുക്കും കവർ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് പേപ്പറാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കവർ ചെയ്തത് അങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല. കാണോ, എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, താങ്ക് ഫോർ വാച്ചിങ്.